എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സയൻസ് വേൾഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ് EVSലെ 4ാമത്തെ ചാപ്റ്റർ, അതിൻ്റെ 1ാമത്തെ ഭാഗമാണ്. എന്താണ് 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്? വണ്ടർ വേൾഡ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ കൗതുക ലോകം. അനന്തവിഹായസിലൂടെ പാറിപ്പറന്ന് നടക്കുന്ന പക്ഷികളെ കൂട്ടുകാർ കൗതുകത്തോടെ നോക്കി നിന്നിട്ടില്ലേ? മരച്ചില്ലകളിൽ തത്തിക്കളിക്കുന്ന പക്ഷികളെ, അവരുടെ ശബ്ദങ്ങൾ, കലപ്പില കൂടുന്ന ശബ്ദങ്ങൾ എന്ത് രസമാണ് കാണാനല്ലേ. നമ്മെപ്പോലെ പക്ഷികളെ നോക്കാൻ വളരെ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു സാനി. സാനിയും സാനിയുടെ വീടിൻ്റെ അടുത്തുള്ള ബനിയൻ ട്രീയിൽ വന്ന് കൂടുകൂട്ടുന്ന പാറിപ്പറക്കുന്ന പക്ഷികളെ നോക്കി നിൽക്കായിരുന്നു. വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പക്ഷികൾ, വിവിധ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന പക്ഷികൾ, പല വലിപ്പത്തിലുള്ള പല ഭംഗിയിലുള്ള പക്ഷികൾ, എല്ലാം വളരെ കൗതുകത്തോടെ സാനി നോക്കി നിൽക്കാറുണ്ടായിരുന്നു. പക്ഷികളെക്കുറിച്ച് പഠിക്കാൻ സാനിക്ക് നല്ല താല്പര്യമായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയ കൂട്ടുകാർക്കും പക്ഷികളെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ? നമുക്ക് പക്ഷികളുടെ കൗതുക ലോകത്തെക്കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് മാഷ് കുറച്ച് പക്ഷികളുടെ ചിത്രം കാണിച്ചു തരാം. നോക്കൂ നിങ്ങൾ, ഈ പക്ഷികളൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയമില്ലേ? എന്താ ഇതിൻ്റെയൊക്കെ പേര്? ആദ്യത്തെ പക്ഷിയാരാ? ഈ സുന്ദരിക്കുട്ടിയാരാ? യെസ്, പാരറ്റാണല്ലേ. രണ്ടാമത്തേതോ മൈന. മൂന്നാമത്തെ പേരെന്താണെന്നറിയൂ? മരത്തിലൊക്കെ മുഴുവൻ സമയത്തും കുത്തിക്കൊണ്ടിരിക്കുന്ന ഈ പക്ഷിയുടെ പേര് വുഡ്പെക്കർ, മരം കൊത്തി അല്ലേ. 4ാമത്തെ ആളാരാ? ഇതാണ് കിങ് ഫിഷർ, പൊന്മാൻ, മീൻ കൊത്തി പൊന്മാൻ എന്നൊക്കെ പറയും അല്ലേ. ഇനിയും കുറച്ച് പക്ഷികളെ കൂടെ ചിത്രം മാഷ് കാണിച്ചു തരാം. നോക്കിക്കോളൂ, നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയുന്ന പക്ഷികളാ. ഇതാരാ? ഇതാണ് നമ്മുടെ പീജിയൻ അല്ലേ, പ്രാവ്. ഇതോ നാട്ടിലൊക്കെ സുലഭമായിട്ട് കാണുന്ന പേര് പോലെ തന്നെ ശബ്ദം പുറപ്പെടുവിക്കുന്ന പക്ഷിയാണ് അല്ലേ. എന്താ പേര്? ക്രോ. നെക്സ്റ്റ്, ഇത് നമ്മുടെ നാട്ടിലൊന്നും കാണില്ല, മരുഭൂമികളിലാണ് കൂടുതൽ കാണുക. പക്ഷികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പക്ഷിയാണ്. നമ്മേക്കാൾ ഉയരമുള്ള, നമ്മേക്കാൾ നല്ല സ്പീഡിൽ, കാറിൻ്റെ സ്പീഡിലൊക്കെ ഓടാൻ കഴിയുന്ന പക്ഷിയാണ്. എന്താ പേര്? ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി അല്ലേ. ഇയാൾ രാത്രിയിലാണ് കൂടുതലും പുറത്തിറങ്ങാറുള്ളത്. ഓൾ അല്ലേ, മൂങ്ങ. കേട്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ടാവും കൂട്ടുകാരല്ലേ. അപ്പോൾ കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പക്ഷികളാ, ഇതിൻ്റെയൊക്കെ പേരുകളും നിങ്ങൾക്കറിയാം അല്ലേ. ഈ പക്ഷികൾക്കൊക്കെ പല വലിപ്പമാണ്, പല നിറങ്ങളാണ് അല്ലേ, പല രൂപങ്ങളാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനൊക്കെ ചില കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, ചില പൊതു പ്രത്യേകതകളുണ്ട്. എല്ലാ പക്ഷികൾക്കുമുള്ള ചില പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ, അതൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയാലോ? കോമൺ ഫീച്ചേഴ്സ് ഓഫ് ബേർഡ്, പക്ഷികൾക്കുള്ള പൊതുവായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാ കൂട്ടുകാർക്ക് പറയാമോ? എല്ലാ പക്ഷികൾക്കും എന്തുണ്ട്? ഫെദേഴ്സ് ഉണ്ട് അല്ലേ. ദേ ഹാവ് ഫെദേഴ്സ്. എല്ലാവർക്കും തൂവലുകളുണ്ട്, തൂവലില്ലാത്ത പക്ഷിയില്ല അല്ലേ. രണ്ടാമത്തെ ഒരു പ്രത്യേകത, എല്ലാ പക്ഷികളും മുട്ടയിടും. ദേ ലേ എഗ്സ്. പല വലിപ്പത്തിലുള്ള മുട്ടകളായിരിക്കും, പല നിറത്തിലുള്ള മുട്ടകളായിരിക്കും. എന്തായാലും എല്ലാ പക്ഷികളും മുട്ടയിടും അല്ലേ. അടുത്ത പ്രത്യേകത എന്താ? യെസ്, ദേ ഹാവ് ബീക്സ്. എല്ലാ പക്ഷികൾക്കും ചുണ്ടുകളുണ്ട് അല്ലേ. ശരി, അടുത്തൊരു പ്രത്യേകത പറയാവോ? യെസ്, ദേ ഹാവ് വിങ്സ്. എല്ലാവർക്കും ചിറകുകളുണ്ട്. വിങ്സ് ഉണ്ടെന്ന് കരുതി എല്ലാവർക്കും പറക്കാൻ പറ്റൂ? പറക്കാൻ പറ്റണമെന്നില്ല, പറക്കാൻ കഴിയാത്ത പക്ഷികളുമുണ്ട്. എന്തായാലും എല്ലാ പക്ഷികൾക്കും എന്തുണ്ട്? വിങ്സ് ഉണ്ട്. ചിലരുടെ വിങ്സൊക്കെ വളരെ മനോഹരമാണ് അല്ലേ, ചിലരുടെ വിങ്സ് ചെറുതാണ്. എന്തായാലും എല്ലാവർക്കും വിങ്സ് ഉണ്ട്. ശരി, മറ്റൊരു പ്രത്യേകത, ദേ ഹാവ് ടെയിൽ. എല്ലാവർക്കും ടെയിലുണ്ട്, വാലുണ്ട്. പൊതുവെ എല്ലാ പക്ഷികളും ഫുഡിന് വേണ്ടി ഭക്ഷണമൊക്കെ കഴിക്കാറുള്ളത്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി സഞ്ചരിക്കാറുള്ളത് പകൽ സമയങ്ങളിലാണ്. ദ സെർച്ച് ഫുഡ് ഇൻ ഡേ ടൈം. പകലിലാണ് ഭക്ഷണത്തിന് വേണ്ടി സെർച്ച് ചെയ്യാറുള്ളത്.
ചില പക്ഷികൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, രാത്രി പുറത്തിറങ്ങുന്ന പക്ഷികളുമുണ്ട്, പക്ഷെ അത് വിരളമാണ്. അപ്പം ഇതൊക്കെയാണ് പക്ഷികളുടെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ. കൂട്ടുകാരെ, നമുക്കിതൊക്കെ ഒന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതിയാലോ? ആദ്യം എല്ലാവരും ചാപ്റ്ററിൻ്റെ പേര് മനോഹരമായിട്ട് എഴുതൂ. ചാപ്റ്റർ നമ്പർ 4, വണ്ടർ വേൾഡ് ഓഫ് ബേർഡ്സ്. ഹെഡിങ് എഴുതിയോ എല്ലാവരും? യെസ്. നമുക്ക് ആദ്യം ഈ പറഞ്ഞ കാര്യം തന്നെ എഴുതി വെക്കാം. കോമൺ ഫീച്ചേഴ്സ് ഓഫ് ബേർഡ്സ്. നേരത്തെ മാഷ് ലിസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. കൂട്ടുകാരും ഭംഗിയായിട്ട് എഴുതണം, കഴിയുന്നതൊക്കെ പഠിക്കുകയും വേണം. ഓക്കെ, വിശദീകരിക്കണ്ടല്ലോ. വീണ്ടും നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ശരി, ഇനി എല്ലാവരും ശ്രദ്ധിക്കൂ. പക്ഷികളുടെ ഏറ്റവും രസകരമായിട്ടുള്ള പക്ഷികളുടെ കഥയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷികളുടെ കൂടുകൾ. നെസ്റ്റ് എന്ന് പറയും. എന്ത് ഭംഗിയാണ് പക്ഷികളുടെ കൂട് കാണാൻ. കൂട്ടുകാർ കണ്ടോ ഒരു പക്ഷിക്കൂട്? കണ്ട? വേറൊന്ന് നോക്കൂ നിങ്ങൾ. മറ്റൊരു പക്ഷിയുടെ കൂടായത്. പക്ഷിയുടെ കൂട്ടില് പക്ഷി മുട്ടയിട്ടുണ്ട് അല്ലേ? ശരി, മൂന്നാമത്തെ ഒരു കൂട് നോക്കൂ. വ്യത്യസ്ത രൂപത്തിൽ, വ്യത്യസ്ത ഭംഗിയിലൊക്കെയുള്ള കൂടുകൾ. എന്തിനാ പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? ഒന്ന് മുട്ടയിടാനാണ് അല്ലേ? പിന്നെയോ? പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ അല്ലേ? പിന്നെ രാത്രി കിടന്നുറങ്ങണ്ടേ? അതിന് കൂട് വേണ്ടേ? ഇതിനൊക്കെയാണ് പക്ഷികൾ എന്തുണ്ടാക്കുന്നത്? കൂടുണ്ടാക്കുന്നത്. എവിടെയാ പക്ഷികൾ കൂടുണ്ടാക്കുക? യെസ്, വേർ ഡു ബേർഡ്സ് ബിൽഡ് എ നെസ്റ്റ്? നെസ്റ്റ് എന്നാണ് പക്ഷിയുടെ കൂടിന് പറയാ. വേർ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? എവിടെയൊക്കെയാ പക്ഷികൾ കൂടുണ്ടാക്കുക? സാധാരണ മരത്തിലാണ് അല്ലേ? യെസ്, ഇൻ ഹോൾസ് ഓഫ് ട്രീ ട്രങ്ക്സ്. മരത്തിൻ്റെ ഹോളുകളിൽ, മരപ്പൊത്തുകളിലാണ് കൂടുണ്ടാക്കുക. പിന്നെയോ? യെസ്, മാളങ്ങളിൽ, ഇൻ ബ്യൂറോസ് അല്ലേ? പിന്നെ എവിടെ കൂടുണ്ടാക്കും? ഇൻ ബിറ്റ്വീൻ ബ്രാഞ്ചസ് ഓഫ് ട്രീസ്. മരച്ചില്ലകൾക്കിടയിൽ പക്ഷികൾ മനോഹരമായിട്ടുള്ള കൂടുണ്ടാക്കും. പിന്നെയോ? എമംഗ് ബാംബൂ തിക്കറ്റ്സ് അല്ലേ? മുളങ്കാടുകളിൽ പക്ഷികൾ കൂടുണ്ടാക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും. എമംഗ് ദി ക്രവൈസസ് ഓഫ് റോക്സ്. പാറമടകളിലെ പക്ഷികൾ കൂടുണ്ടാക്കും. ചില പക്ഷികളൊക്കെ പാറമടകളിലാണ് കൂടുണ്ടാക്കുക. അപ്പോൾ ഈ കാര്യം നമുക്ക് നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതാം. കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോളൂ. വെർ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? എവിടേക്കാണ്? മാഷ് പറഞ്ഞ് ഓർക്കുന്നില്ലേ? പറ്റുകയാണെങ്കിൽ കാണാതെ എഴുതി നോക്കൂ. ഇല്ലെങ്കിൽ ഇത് നോക്കി എഴുതിക്കോളൂ. ഇൻ ഹോൾസ് ഓൺ ട്രീ ട്രങ്ക്സ്, ഇൻ ബ്യൂറോസ്, ഇൻ ബിറ്റ്വീൻ ബ്രാഞ്ചസ് ഓഫ് ട്രീസ്, among bamboo thickets, among the crevices of rocks. ഓക്കെ, അതിൻ്റെ താഴെ അടുത്തൊരു കാര്യമായിട്ട് എഴുതിക്കോളൂ. എവിടെയാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് എന്നാണ് നേരത്തെ എഴുതിയത് അല്ലേ? ഇനി വൈ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? എന്തിനാ പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? അതാണ് ഇനി എഴുതുന്നത്. എന്തിനൊക്കെയായിരുന്നു? ടു ലേ എഗ്സ്, മുട്ടയിടാൻ. പിന്നെ ടു റിയർ ചിക്സ്, കുഞ്ഞുങ്ങളെ വളർത്താൻ. ടു റിയർ, വളർത്തുക, ചിക്സ്, കുഞ്ഞുങ്ങൾ. ടു റിയർ ചിക്സ്, കുഞ്ഞുങ്ങളെ വളർത്താൻ. പിന്നെയോ? ടു റെസ്റ്റ് അറ്റ് നൈറ്റ്, രാത്രിയിൽ വിശ്രമിക്കാൻ അല്ലേ? പിന്നെയോ? ടു പ്രൊട്ടക്ട് ദംസെൽഫ്, സ്വയം ആത്മരക്ഷയ്ക്ക് വേണ്ടി. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്. വൃത്തിയായിട്ട് എഴുതി വെക്കണേ. ശരി, ഇനി മാഷ് നിങ്ങൾക്ക് കൂടുണ്ടാക്കാത്ത ചില പക്ഷികളെ പരിചയപ്പെടുത്തി തരാം. സ്വന്തമായിട്ട് കൂടുണ്ടാക്കാത്ത പക്ഷികളെ കൂട്ടത്തിലുമുണ്ട് മടിയന്മാർ. സ്വയം കൂടുണ്ടാക്കില്ല. അപ്പോൾ അത്തരം പക്ഷികൾക്ക് മുട്ടയിടണ്ടേ? അത്തരം പക്ഷികൾക്കും കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? വേണം അല്ലേ? എന്താ അവർ ചെയ്യുക? അവർ മറ്റ് പക്ഷികളുടെ കൂട്ടിൽ അവരില്ലാത്ത സമയം നോക്കി പോയിട്ട് മുട്ടയിടും. എന്നിട്ടോ സൂത്രത്തിൽ പറന്നു കളയും. അപ്പോൾ അവിടെ സ്ഥിരതാമസക്കാരായിട്ടുള്ള പക്ഷികളുണ്ടാവുമല്ലോ, അവർ കരുതും അവരിട്ട മുട്ടകളാണെന്ന്. എന്നിട്ട് അവർ വിരിയിച്ച് അവർ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കും. അങ്ങനെയാണ് ഇത്തരം പക്ഷികൾ അവരെ മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതും. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ കുയിൽ അല്ലേ? പക്ഷികളുടെ കൂട്ടത്തിൽ മനോഹരമായിട്ട് പാട്ട് പാടാൻ കഴിയുന്ന ആളാണ് കുയിൽ. കുയിൽ എന്താ ചെയ്യാന്നറിയോ? കാക്കയില്ലാത്ത സമയത്ത്, കാക്കയില്ലാത്ത സമയത്ത് കാക്കയുടെ കൂട്ടിൽ കയറി മുട്ടയിടും. എന്നിട്ട് സൂത്രത്തിൽ പറന്നു പോകും. കാക്ക കരുതും ഇത് കാക്കയുടെ മുട്ടയാണെന്ന് കരുതും. എന്നിട്ട് കാക്ക മുട്ട വിരിയിച്ച് കുഞ്ഞിനെ വളർത്തി കുഞ്ഞ് വലുതാകുമ്പോൾ കുഞ്ഞ് സ്വയം പാറിപ്പോയിക്കോളും. ഓക്കെ, ഇങ്ങനെയാണ് കുയില് സ്വന്തമായിട്ട് കൂടുണ്ടാക്കാത്ത പക്ഷികൾ മുട്ടയിടുന്നത്. ഓക്കെ, ശരി. ഇനി മാഷ് കുറച്ച് പക്ഷികളുടെ ചിത്രം കുട്ടികൾക്ക് കാണിച്ചു തരാം. നോക്കൂ, ഒരു പക്ഷിയെ കണ്ടോ നിങ്ങൾ? ബ്ലൂ ത്രോട്ട്.
കണ്ടോ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. മറ്റൊരു പക്ഷി നോക്കൂ, എന്താ ഇതിൻ്റെ പേര്? വാക്ടെയിൽ. വേറെ പക്ഷി നോക്കൂ നിങ്ങൾ, പസിഫിക് ഗോൾഡൻ പ്ലവർ. മറ്റൊരു പക്ഷി നോക്കൂ, എന്താ ഇയാളുടെ പേര്? പെരിഗ്രൈൻ ഫാൽക്കൺ. വേറൊരാളെ നോക്കൂ നിങ്ങൾ, എന്താ? ഹാരിയേഴ്സ്. ഇവരൊക്കെ കൂട്ടുകാർ സ്ഥിരമായിട്ടും നമ്മുടെ നാട്ടിൽ കാണാറുണ്ടോ? ഇല്ല, ഇവരിൽ പലരും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറില്ല. ചിലരൊക്കെ കാണാറുണ്ട്. എപ്പോഴാണ് വരിക? യെസ്, ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ നമ്മുടെ നാട്ടിലേക്ക് വരൂ. ദൂര പ്രദേശങ്ങളിൽ നിന്ന് പറന്ന് പറന്ന് വിശ്രമമില്ലാതെ പറന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവരെത്തും. ഓക്കെ, അങ്ങനെ നമ്മുടെ കേരളത്തിലെത്തുന്ന പക്ഷികളും ഉണ്ട്. ഇതാ ചിത്രത്തിൽ കണ്ടോ ഒരാളെ, എന്താ ഇയാളെ പേര്? ഇയാളെ പേര് മഞ്ഞക്കിളി എന്നാണ്, അല്ലെ? ഗോൾഡൻ ഒരിയോൾ. എന്താ പറയാ? ഗോൾഡൻ ഒരിയോൾ അല്ലെങ്കിൽ മഞ്ഞക്കിളി. അപ്പൊ ഇവരൊക്കെ ചില പ്രത്യേക സമയങ്ങളിൽ നമ്മുടെ നാട്ടിലേക്ക് എത്തും. മഴക്കാലമാകുന്നതിന് മുന്നേ പറന്നു പോവുകയും ചെയ്യും. ദൂരദേശത്തു നിന്നാണ് വരുന്നത്. നോക്കൂ, സം ബേർഡ്സ് കം ഫ്രം ഫാർ ഓഫ് പ്ലേസസ് ഇൻ certain season. സം ബേർഡ്സ് കം ഫ്രം ഫാർ ഓഫ് പ്ലേസസ്. വിദൂര സ്ഥലങ്ങളിൽ നിന്നും ചില പക്ഷികൾ പറന്നു വരും. ഇൻ certain season, ചില പ്രത്യേക സമയങ്ങളിൽ, ചില പ്രത്യേക സീസണുകളിൽ. ദേ ആർ നോൺ ആസ് മൈഗ്രേറ്ററി ബേർഡ്സ്. എന്താ അതിൻ്റെ പേര്? മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന പേര്. ദേശാടന പക്ഷികൾ. എല്ലാ സമയത്തും ഇവിടെ താമസിക്കില്ല. അവരുടെ നാട്ടിൽ അവർക്ക് പ്രതികൂലമായ കാലാവസ്ഥയുള്ള സമയത്ത് നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റു നാടുകളിലേക്ക് പറന്നു വരും. എന്നിട്ടോ ആ കാലം കഴിയുമ്പോൾ അവർ തിരിച്ചു പോവുകയും ചെയ്യും. ഇത്തരം പക്ഷികളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? മൈഗ്രേറ്ററി ബേർഡ്സ് എന്നാ പറയാ. എന്താ? ദേശാടന പക്ഷികൾ. ഒരു എക്സാമ്പിൾ പറയൂ. ഗോൾഡൻ ഒറിയോൾ അല്ലെങ്കിൽ മഞ്ഞക്കിളി. നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതിയാലോ? യെസ്, എഴുതിക്കോളൂ. മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ വിശദീകരണം താഴെ എഴുതുക. ദി ബേർഡ്സ് കം ഫ്രം ഫാർ ഓഫ് പ്ലേസസ് ഇൻ certain season ആർ കോൾഡ് മൈഗ്രേറ്ററി ബേർഡ്സ്. എക്സാമ്പിൾ എഴുതിക്കോളൂ താഴെ. ഗോൾഡൻ ഒറിയൽ അല്ലെങ്കിൽ മഞ്ഞക്കിളി, പിന്നെ ഹാരിയേഴ്സ്. നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ പക്ഷികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? പക്ഷികൾ വിവിധ രൂപത്തിലുണ്ട്, വിവിധ വലുപ്പത്തിലുണ്ട്, പറക്കാൻ കഴിയുന്നവയുണ്ട്, പറക്കാൻ കഴിയാത്തവയുണ്ട്, വ്യത്യസ്ത തരം മുട്ടയിടുന്ന പക്ഷികളുണ്ട്, അല്ലേ? പിന്നെ പക്ഷികൾ എന്തിനാണ് കൂടുണ്ടാക്കുന്നത്, എവിടെയാണ് പക്ഷി കൂടുണ്ടാക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അല്ലേ? പിന്നീട് എന്താ മനസ്സിലാക്കിയത്? എല്ലാ സമയത്തും നമ്മുടെ നാട്ടിലില്ലാത്ത ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം വരുന്ന പക്ഷികളുണ്ട്. അവയെ മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുന്നു എന്ന് മനസ്സിലാക്കി, അല്ലേ? ഇനി പക്ഷികളുടെ കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ കഥകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഓക്കെ, ഗുഡ് ബൈ.